വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതാ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ രണ്ടാളും ഫ്രീ ആണ്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് ഇന്ന് സ്വിഗ്ഗിയിലേക്ക് ഡെലിവറി ആയിട്ടൊന്ന് ഓടിയാലോ. ഇപ്പം പയ്യന്നൂരുണ്ട്. നമ്മൾ പയ്യന്നൂർ ഓടിയിട്ട് ഇന്നത്തെ എങ്ങനെയാണ് കളക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ ഫുള്ളായിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയില്ല വീഡിയോ. അന്ന് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് അത് പകുതി കിട്ടിയിട്ട് ബ്ലോക്ക് ഇട്ടാവും. ഇന്ന് ഞാൻ മൊത്തം നിങ്ങൾക്ക് ഞാൻ എങ്ങനെ പൈസ ആക്കാം, എങ്ങനെ ഡെലിവറി ചെയ്യാം, എങ്ങനെ സ്വിഗ്ഗിയിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ 12 മണിക്ക് ഡ്യൂട്ടി കയറും. അപ്പോൾ 11:48 അവിടെ നമുക്ക് ആദ്യം ഓൺലൈനിൽ കയറാം. അപ്പോൾ നമുക്ക് എന്താക്കാം, ഓൺലൈനിൽ കയറാം. അത് നമുക്ക് ഇവിടെ നിന്ന് ഓൺലൈനിൽ ക്ലിക്കാക്കി നോക്കാം. അപ്പോൾ ഞാൻ ഓൺലൈനിലായിട്ടുണ്ട്, സെർച്ചിങ് ഓർഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ഓർഡറിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. 240 റുപ്യക്കാണ് എന്നിട്ട് പെട്രോൾ അടിച്ചത്. ഹാഫ് ടാങ്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് രാത്രി മൊത്തം ഓടിക്കയ്യോന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഓർഡറിന് വേണ്ടി വെയിറ്റ് ആക്കുന്നുണ്ട്. ഓർഡറൊന്നും കിട്ടില്ല, കാരണം ചെറിയ സ്ഥലമാണ്, ഇവിടെ ഓർഡർ കുറവായിരിക്കും. ഇപ്പോൾ ഇതിന് ആവശ്യ സാധനം കൊണ്ട് ഒരു ബാഗ് വേണം. ബാഗ് കാണിച്ചിട്ടാ, ഈ ബാഗ് ആവശ്യമുണ്ട്. ബാഗിൽ അങ്ങ് എത്തി. പിന്നെ ടീഷർട്ട് വേണം. ടീഷർട്ട് കാണുന്നില്ല, അതിൽ കുറേ ആയിട്ട് അതുകൊണ്ട് അവിടെ ഇല്ലെന്ന് പോലും അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ 240 റുപ്യ പെട്രോളാണ് ഇപ്പോൾ അടിച്ചിട്ടുള്ളത്. അതിലെത്ര ഓടാൻ പറ്റുമെന്ന് അറിയില്ല. രാത്രി 9:30 വരെ ഞാൻ ബുക്കാക്കിയിട്ടുണ്ട്. അതുവരെ നമ്മൾ ഓടിയാലും നമുക്ക് എന്തെങ്കിലും പെട്രോളിൻ്റെ പൈസ ഒക്കെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, ഓർഡർ വെയിറ്റ് ചെയ്യാം. നമുക്ക് പയ്യന്നൂർ സോളിൽ നമ്മളിങ്ങനെ വെയിറ്റ് ആക്കുന്നുണ്ട്. ഓർഡർ ഒന്നും അടിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് ആദ്യത്തെ ഓർഡർ KFCന്ന് കിട്ടിയിട്ട് 57 റുപ്യ കാണിക്കുന്നത്. 15 മിനിറ്റ് ഉണ്ട്. 8.78 കിലോമീറ്റർ പോകേണ്ടി വരും. കോളും വന്നു. നമുക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ട് നേരെ നമുക്ക് KFCയിലേക്ക് വിടാം. അപ്പം നമുക്ക് നേരെ KFCയിലേക്ക് വിടാം ഗൈസ്. അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് ശരിയാവും. 1 മണിക്കൂറിന് ശേഷമാണ് നമുക്കൊരു ഓർഡർ കിട്ടുന്നത്. KFCയിലേക്ക് പോവാം. നല്ല കാണാൻ കൊള്ളാവുന്ന അങ്ങനെ അപ്പോൾ KFCയിലേക്ക് എത്തിയിരിക്കുന്നു. KFC അപ്പോൾ നമ്മൾ KFCയിലേക്ക് എത്തി. റീച്ചിട്ട് കൊടുക്കാം, വെയിറ്റ് ചെയ്യാം. അല്ല, ടീഷർട്ടിൻ്റെ ബാഗിൻ്റെ ഫോട്ടോ ചോദിക്കുന്നുണ്ട്. നമുക്കത് ഫോട്ടോ ഫുഡിനായിട്ട് വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ് ആണ്. ഫുഡ് റെഡി ആയിക്കൊണ്ട് KFC പ്രശ്നമായിട്ട് കുറേ ടൈം ഫുഡ് റെഡി നല്ല വന്നു. കിട്ടിയിരിക്കുന്നു ഗായ്സ്. ഗായ്സ് ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ 8.2 കിലോമീറ്റർ ഉണ്ട് ഗായ്സ്. 16 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ട്രാവലിങ്ങിലേക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഭയങ്കര വെയിലാണ്. വെയിൽ പൊടി സമയത്തിൽ ഭയങ്കര ഇതാണ്. കരിഞ്ഞടി
ഞങ്ങെത്തി ഗൈസ്. ഞെട്ടില്ലോ പോയി ഗൈസ്. കൊക്കയിലൊക്കെ കൊണ്ടുപോകും. മാപ്പ് എന്നും ഒരു 200 മീറ്റർ കാണിക്കുന്നുണ്ട് ഗൈസ്. കേരള വണ്ടി തിരിച്ച് കയറോ? കയറുമെങ്കിൽ മാത്രം കീച്ചാൽ മതി. ഇത് നടന്നു കൊണ്ട് വരും ഗൈസ്. AC ഓഫാക്ക് പറഞ്ഞോണ്ടിരുന്നു ഗൈസ്. അവർ ഓഫായി പോയി ഗൈസ്. ഹലോ ഗൈസ്, അവർ ഓഫായി പോയി ഗൈസ്. കയറോ? ആ കയറും. പിന്നെ എന്തായാലും കേട്ടില്ലല്ലോ. ശരി കൊണ്ടിട്ടാണ് എടാ. വീട് നമ്മൾ അങ്ങോട്ടാണ് കേസ്. ഇവിടെ നേരെ എന്താ കാണിക്കുന്നത്? നേരാ? ആ എന്താ ഇതാ റോഡ്. കസ്റ്റമർ വിളിക്കും. കസ്റ്റമർ അവരെ കാണിച്ചാൽ അവർക്ക് എടുക്കാൻ കഴിയുന്നുണ്ടാവും ഗൈസ്. അവിടെ കുടുങ്ങിയിരിക്കാം. ഒരു കയറി പോകുന്നുണ്ട് ഗൈസ്. ഇത് ഭയങ്കര കെട്ടോടാണ് ഗൈസ്. ഫുൾ ടാസ്ക് ആണ് ഗൈസ്. മല്ലേ ധനം അയ്യോ ഫുള്ള് റിസ്ക് പിടിച്ചുള്ള പണിയാണ് കേട്ടോ. ഇതൊന്ന് സ്ലിപ്പായ 56 റുപ്യക്ക് 5000 രൂപയുടെ ബില്ലടിപ്പിക്കുന്നു ഹോസ്പിറ്റലിൽ. നല്ല ഉൾപ്രദേശമാണ്. ഉൾപ്രദേശമാണ് ഗൈസ്. കുറേ പോകണോ ഗൈസ്? സ്ഥലം നായിൻ്റെ അക്ഷരം കിട്ടുന്നു. കുറച്ചാണ്. അല്ല വോഡഫോണിലെ നായി ഇതന്നെയാ വിളിക്കൂ. നമുക്ക് തിരിച്ച് കയറേണ്ട കേസ്. ഇത് കൊണ്ട് കേട്ടില്ലായിരുന്നു തോന്നുന്നത്. ഫുള്ള് ഡോഗാണ് കേട്ടോ. ഡോഗ് അയ്യോ നേരെ വന്നോന്ന് പറഞ്ഞു. അപ്പോൾ ഇതന്നെ നേരെ കയറ്റി എന്നെ ഇപ്പുറത്തേക്ക് തന്നെ. നായൊന്നുണ്ടാവില്ല, നീ കയറ്റി. അപ്പം വീഡിയോ എടുക്കുന്നില്ലേ? നമുക്ക് കേസ് കൊടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് നല്ല കൃഷി ചെയ്യുന്ന കുടുംബം. ലൊക്കേഷൻ നമ്മൾ കസ്റ്റമർ അവിടെ എത്തുന്നുണ്ട് ഗ്യാസ്. നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു ഗ്യാസ്. കസ്റ്റമർ പോയി ഗൈസ്. അപ്പോൾ നമുക്ക് ഡെലിവറി കംപ്ലീറ്റ് ആക്കും. ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. അപ്പോൾ ഫോളോ ചെയ്യാൻ കുറച്ച് സബ്സ്ക്രൈബ് ആയി 58 രൂപ നമുക്ക് ഈ ഓർഡറിലൂടെ കിട്ടിയിരിക്കുന്നു. 58 റുപ്പീസ് കിട്ടിയിരിക്കുന്നു. അടുത്ത് നമുക്ക് നമ്മുടെ റേറ്റിംഗ് കൊടുക്കണം. സോണിലേക്ക് പോവാം. അത് നമ്മൾ കസ്റ്റമർ അത് നമുക്ക് കൊടുത്തില്ല. ജപ്പാനെ സഹായിക്കുകയാണ് ഗൈസ്. പള്ളിയിൽ വന്നിട്ടാകുമ്പോൾ പള്ളിയിൽ കയറി നിസ്കരിക്കുന്ന സമയത്ത് ഇതാ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഓർഡർ ഞാൻ പള്ളിയാണ് നിസ്കരിക്കാൻ വേണ്ടി. അപ്പോൾ 5 മിനിറ്റ് ഇത് പോയി. ഇപ്പം നമ്മൾ നേരെ അടുത്തേക്ക് പോകുന്നുണ്ട്. ക്യാപ്സിലാണ് രണ്ടാമത്തെ ഓർഡർ. ആദ്യം KFC-യിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഗൈസ്. യെസ്, വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെപ്സി വാങ്ങിച്ചു തന്നിരിക്കുന്നു ഗൈസ്. KFC എന്നിട്ട് ആകെ 5 മിനിറ്റേ ഉള്ളൂ കിട്ടോ. ഇതുണ്ടാ വായിച്ചുകൊണ്ട് അതിനെ ചേരുന്നതാണ്. ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഡെലിവറി ചെയ്തിരിക്കുന്നു. നമുക്ക് ഇതിൽ കിട്ടിയത് 38 രൂപയാണ് ഗൈസ്. നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോയി. ടോട്ടൽ 96 രൂപ കിട്ടി. 1.5 മണിക്കൂർ പണിയെടുത്തു. 2 ഓർഡർ
രണ്ടാമത്തെ ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ട്. ക്യാപ്സിലാണ് 38 രൂപ. അടുത്ത് തുടങ്ങിയിരിക്കും. നമ്മൾ ഓർഡർ റെഡി ആയിട്ടുള്ള ഗൈസ്. അപ്പോൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഗ്യാസ് വീണ്ടും കാത്തിരിക്കുകയാണ് ഗൈസ്. ഫുഡ് ഇതുവരെ റെഡി ആയിട്ടില്ല. ഭയങ്കര തിരക്കാണ്. ഭയങ്കര ഓർഡർ. ഏകദേശം 2.6 2.6 കാണുന്നുണ്ട്. 6 മിനിറ്റ്. സിഗ്നൽ അവിടെ സിഗ്നൽ കിട്ടുന്നു. സ്റ്റാൻഡാക്കുമ്പോൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നത്. രൂപ. അങ്ങനെ 534 രൂപ കിട്ടിയിരിക്കുന്നു. ഓർഡർ വന്നിട്ടുണ്ട് ഗ്യാസ്. നമ്മൾ ഓട്ടത്തിൽ തന്നെ ഓർഡർ വന്നിട്ടുണ്ട്. 53 രൂപയുടെ ഓർഡറാണ്. എവിടെയാണെന്ന് വെച്ചാൽ KK റെസിഡൻസിലാണ്. അപ്പോൾ നമുക്ക് വേറെ സ്ഥലം കൂടി മറ്റു പിടിക്കാം. KK റെസിഡൻസിലേക്ക് എത്തിയിരിക്കുകയാണ് ഗ്യാസ്. ഇങ്ങനെ നിയാസ് ലൈം കുടിക്കാൻ വേണ്ടി പോകുന്നു ഗ്യാസ്. റൈറ്റിലേക്കാണ് പറയുന്നത്. കുറച്ചുകൂടി പോകും. അങ്ങ് ആ റൈറ്റിലേക്ക് കാണുന്നു. ഓൺ ദ റൈറ്റ് ആയിരിക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കുന്നു ഗൈസ്. നമുക്ക് ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് പണി വന്നു ഗൈസ്. നാട്ടുകുട്ടിപ്പോന്നോടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഓർഡറിൽ എത്ര കിട്ടി? 57 രൂപ കിട്ടി. ക്യാപ്സിന് വെച്ചിട്ടുണ്ട് 30 രൂപ. പോയിക്കൊണ്ടിരിക്കുകയാണ് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്ത ഓർഡറിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മൾ റോഡ് സൈഡിലെ കൂടിയാണ് പോകുന്നത്. മിസ്റ്റർ തന്നെ മെയിൻ റോഡ് അപ്പോൾ 27 മിനിറ്റ് നമ്മൾ വെയിറ്റ് ആക്കുന്നത്. ഇതുവരെ നമുക്ക് ഓർഡർ കിട്ടിയിട്ടില്ല. ദിവസം ഭയങ്കര ഇതായിപ്പോയി, ഡിലേ ആയിപ്പോയി. ചെക്കന് കിട്ടി ഗായ്സ്.
മിനിറ്റ് ഈ സാധനം കിട്ടാൻ വേണ്ടി അയാൾക്ക് മറന്നുപോയി. ഉള്ളിൽ കൊടുക്കാൻ വേണ്ടി ഓർഡർ കൊടുക്കാൻ മറന്നു. ഞങ്ങൾ വിചാരിച്ചൊന്നും ഇപ്പോൾ ആ ഫുഡ് കിട്ടാത്തതിന് സംഭവം അതല്ല, അയാൾക്ക് കൊടുക്കാൻ മറന്നു. ഞാൻ ചോദിക്കുമ്പോൾ അത് അയാൾ കൊടുത്തെന്ന് ചോദിച്ചു. ഈ ലൊക്കേഷനിലേക്കാണ് നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്യേണ്ടത്. നമുക്ക് പോവാം. മിന്നാൻ തുടങ്ങി. താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പെട്രോൾ പമ്പ്. എന്താണ് ലൊക്കേഷനിലേക്ക് എത്താമായി ഗൈസ്. ലൊക്കേഷനിലേക്ക് പൊന്നൂസിനെ നമുക്ക് കാണാം. ഇവിടെ ഒരു പൊന്നൂസ് സൈഡാക്കിയിട്ടുണ്ട്. പൊന്നൂസ് ഗേറ്റിന് കവാടത്തിൽ കൊടുക്കാനുണ്ട്. ഇതൊന്നും കോളേജ് ഗേറ്റ് ഇവിടെയല്ലേ കോളേജ് നേരെ പോയിട്ട് റൈറ്റ് കാണിക്കുന്നു. അതെ ഈ കോളേജിൽ വൈദ്യുതി അയച്ചിട്ട് ഇങ്ങനെ ന്യൂട്ടൺ അടിക്കേണ്ടി വന്നു. ഇതിൽ ഇങ്ങോട്ട് കയറുന്നുണ്ടോ? ഇതല്ലേ അങ്ങനെ വീണ്ടും പറ്റി ഗൈസ്. നമ്മൾ വന്ന വഴി കുറച്ച് പുറകിലോട്ട് പോകേണ്ടതായി വരുന്നു. ഗൈസ് കണ്ണാങ്കം കൊണ്ടാണല്ലോ. നമ്മൾ ഇവിടെ പയ്യന്നൂർ കോളേജിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ സെക്യൂരിറ്റീൻ്റെ അടുത്തേക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ട് പയ്യന്നൂർ കോളേജ് കണ്ടു. കസ്റ്റമർ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. വിളിച്ചിട്ട് ഇവിടെ കൊടുക്കണമെന്നാണ്. ഇവിടെ സെക്യൂരിറ്റിയും കാണുന്നില്ല. പയ്യന്നൂർ കോളേജിലേക്ക് എത്തി. ഹലോ ആ മേഡം, ഞാൻ കോളേജിൻ്റെ ഗേറ്റിന് തീരെ സെക്യൂരിറ്റിയും കാണുന്നില്ല. ഗേറ്റ് അടച്ചു. നമ്മൾ വീണ്ടും തിരിച്ചു ഗൈസ്. അവർ ലൊക്കേഷൻ വേറെ ലൊക്കേഷൻ അയക്കാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഗൈസ്. അറിയാണോ ഇതിലല്ല അമ്മ വന്ന് ഇതിലല്ല ഇതിൽ വരുമ്പോൾ ഞാൻ പിന്നെ കറണ്ട് ഗൈസ്. ഇവനെ വന്നു അതുകൊണ്ട് അവിടെ കാണും. അപ്പോൾ അസനസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഓർഡറിന് ഇങ്ങനെ വെയിറ്റ് ആക്കി എൻ്റെ വേറെന്ത് ചാടിച്ചാടെ പോയിട്ട് അസനസ്കാരം കഴിഞ്ഞപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അസനസ്കാരം കഴിഞ്ഞാൽ ആടെ ഒരു ഓർഡർ അടിച്ച് ലോലിനോലേക്ക് 30 രൂപയുടെ ഓർഡർ അടിച്ചിട്ടുണ്ട്. 30 രൂപയുടെ ഓർഡർ ലോലിലേക്ക് പോവാം. ഞാൻ എടുത്ത പള്ളി താണ്ട പയ്യന്നൂർ ജുമാ മസ്ജിദ്. നമുക്കിവിടെ പോകേണ്ടത് ലൊക്കേഷൻ ഇതാണ്. ഈ ലൊക്കേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ പോകും ഗൈസ്. അതോട് ഇല്ലത്തേരും This is a rang. ആരോ പിടിച്ച് കളിക്കാൻ പോകുന്നു. കളിപ്പാട്ട് പോകുന്നു ഗൈസ്. This is wrong. ഓരോരുത്തരും wrong ആണ്. മോളെ കണ്ടോ ഗൈസ്? ഭാരതൻ തോന്നി
നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹലോ മേഡം, ഞാൻ സുഖിനാണ്. ഈ ഇതിട്ട് ഈ പൂഞ്ചോട്ടിൻ്റെ വിടാം ഒരു വളവ്. ഈ വീട്ടിൽ പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ബോർഡ് കണ്ടോ ഗൈസ്? ഡേഞ്ചറസ് ആണ്. അപ്പോൾ അത് കയറി നിയാസിന് തീരുമാനമാക്കട്ടെ. പകുതി ചെയ്യും. വീട് എടുക്കണം. തെരുവുകൾ അടിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൽ 30 രൂപ കിട്ടിയിട്ട് വെറും നഷ്ടമാണ്. കുറച്ച് ലോങ് ഉണ്ട്. 350 രൂപ 6.5 മണിക്കൂർ. 6 മണി 12 മണിക്കൂർ. ആ വല്ല തൂമ്പെടുത്ത് കളക്കാൻ പോയാൽ മതി. നമ്മളങ്ങനെ പമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ചേട്ടോ ചിരിച്ചേ. 200 അടിച്ചോ. അല്ലപ്പാ, വയറിലാക്കണം. നമുക്ക് വയറിലാക്കാൻ വയസ്സായ ആളാണ് വയറിലാണ്. അങ്ങനെ 1.90 ml കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ അങ്ങനെ ഭയങ്കര ട്രാഫിക് കൂടിയിട്ടുണ്ട്. വണ്ടികൾ വളരെ സ്പീഡിലാണ് വരുന്നത്. ഇത് എങ്ങനെ കയറാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നല്ല നമ്മളെടുത്ത് ചായ കുടിക്കാം. ഇത് ലേറ്റ്. ചായ വന്നിട്ടുണ്ട് ഗൈസ്. 6 ഭാഗത്ത് എത്തി. 6 ഭാഗത്ത് കാറുകാരൻ വന്നിട്ട് ഫ്രണ്ടിൽ കൊണ്ടിട്ട് ഗൈസ്. കേസ് ഇവിടെ ഒരു പ്രശ്നം എന്തെന്നാന്ന് ആർക്കും അറിയില്ല. അപ്പോൾ പിന്നെ നോക്കാം. ഓർഡർ ഒന്നുമില്ല. ഫുൾ ഫ്രീ ആണ്. ഡൗൺ ആയി. അപ്പം നമുക്കത് കൊടുത്തിട്ട് വന്നിട്ട് നിസ്കരിക്കാം. ടാക്സിയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്കിനെ വെല്ലുന്ന റോഡുകളാണ് കേരളത്തിലെമ്പാടും. അതുകൊണ്ട് തന്നെ യാത്ര വളരെ സുഖകരമാണ്. അമ്പലം, ഇതൊരു അമ്പലമാണ് ഗൈസ്. അമ്പലം അതാണ് 80 മീറ്റർ, 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ, 40. അങ്ങനെ ഡൗട്ടായി. ഹലോ, നമ്മുടെ ഞാൻ ലൊക്കേഷനിലെത്തി. ഏതാ വീട്? സുഖിന്നാണ്. സുഖിന്നാണ്. അത് ഞാൻ ലൊക്കേഷനിലെത്തി. ഏതുവരെ? ഈ മാവിലെ വീടാ? അല്ല, നിങ്ങൾ മാപ്പ് ലൊക്കേഷൻ കൊടുത്തില്ലേ? അവിടെ എത്തി. തെക്കോട്ട്. പെട്ടുപമ്പട്ടി റോഡ് സൈഡ് ഉണ്ടോ? റോഡ് സൈഡ് നിൽക്കുന്നുണ്ടോ? പൊലിമ കഴിഞ്ഞു. തെക്കും പറക്കും അറിയില്ല, ഡക്റ്റും കഴിക്കും അവർക്കും അറിയില്ല. നമ്മൾ എന്ത് ചെയ്യും? പറ്റില്ല. റോഡ് മറിഞ്ഞിരിക്കാന്നൊക്കെ പോണടി. ഇതാണ് ചങ്ങന്മാരുടെ പ്രശ്നം. ഇവർ ലൊക്കേഷൻ കൊടുക്കുന്ന ഒന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ട വേറെ. എന്നിട്ട് നമ്മളോട് അഡ്രസ്സ് പറയുന്നു. നമുക്ക് അഡ്രസ്സ് അറിയണ്ടേ എവിടെയാണ്? ഇത് ഫോൺ കട്ടും ചെയ്തു. ഓട്ടോ ഇത് തൃശ്ശൂർപൂരി പോകുന്ന പുറത്തേക്ക് പോകാൻ ഞാൻ ആ റോഡിലുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു അവിടെ ചോദിച്ചു അതെ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിട്ട് നമ്മൾ ഇവിടെ തന്നെ ക്യാഷ് കിട്ടില്ല ക്യാഷ് കിട്ടിയാൽ ഡെലിവറി ചെയ്യാൻ പറ്റും അടുത്ത ഡെലിവറി 13 കിലോമീറ്റർ 25 മിനിറ്റ് നമ്മൾ പോവുകയാണ് ഗായ്സ്. ഓർഡർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം അങ്ങനെ വലിയ ഓർഡർ കൊണ്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഓർഡർ അതാ ഫുഡ് ഓർഡർ ചെയ്തില്ലേ സ്വിഗ്ഗിയിൽ? കറക്റ്റ് ടൈമാണ്. അതെ നമ്മൾ ഡിലേ എന്നാണ്ട് ലാസ്റ്റത്തെ ഒരു ഓർഡറാണ്. എത്ര 4 രൂപ എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായത് ലോങ് അധികം കൊണ്ടുവരണം. നമ്മൾ 2 പ്രശ്നങ്ങൾ കണ്ടു. രണ്ടാമത്തെ പ്രശ്നം ഗായ്സ്, ഉള്ള ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്, പോലീസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഓർഡർ അടിച്ചിട്ടുണ്ട്, നമുക്ക് പോലെ. ഇപ്പം നമ്മൾ ഇന്നത്തെ ഇത് സംഭവം കഴിഞ്ഞിരിക്കുന്നത് 9.5 മണിക്കൂർ ഓൾറെഡി ആ ഓടി കിട്ടിയത് 517 രൂപ. അപ്പോൾ നമുക്ക് പെട്രോളിൻ്റെ പൈസ വരെ 225. അപ്പോൾ നമുക്ക് കൂട്ടി നോക്കാം. 517 പ്ലസ് 725 740 റുപ്യാണ് ഇന്നത്തെ നമ്മളെ കളക്ഷൻ. അതിൽ 400 പെട്രോൾ അടിച്ചാൽ 100 റുപ്യ ഉണ്ട്. അപ്പോൾ 300 റുപ്യ കുറക്കണം, പിന്നെ 100 ഫുഡും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കിട്ടിയത് പ്രോഫിറ്റ് 340 റുപ്യ. അതാണ് ഇന്നത്തെ നമ്മളെ സ്വിഗ്ഗിത്തെ വരുമാനം. എത്ര മണിക്കൂർ പണിയെടുത്ത്? 9.25 മണിക്കൂർ പണിയെടുത്തിട്ട് കിട്ടിയത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഇനിയും വീഡിയോസ് വരും. അപ്പോൾ ഇന്ന് ക്ഷീണിച്ചു പോയി, നല്ലോണം ഇത്ര ഓടിക്കാകും 340 റുപ്യ നമുക്ക് കിട്ടിയിട്ട്. അപ്പോൾ ഇനിയും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.